നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരിവേട്ട ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. കഞ്ചാവ് ബീഡികളുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് ദേശമംഗലം കൊണ്ടയൂർ സ്വദേശികൾ. മണ്ണിടിച്ചിൽ ഭീഷണി. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നോക്കുകുത്തി. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം അംഗൻവാടി കെട്ടിടം അടഞ്ഞുകിടക്കുന്നത് ലക്കിടിയിൽ. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വെടിക്കെട്ടിന് പേരുകേട്ട വേല മാർച്ച് 22-ന്. വേല സുഗമമായി നടത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി കോർഡിനേഷൻ കമ്മിറ്റി. വാർത്തകൾ വിശദമായി. ലഹരിവേട്ട ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. കഞ്ചാവ് ബീഡികളുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. ദേശമംഗലം കൊണ്ടയൂർ സ്വദേശികളായ ഉണ്ണിയാറ്റിൽപ്പടി വീട്ടിൽ 32 വയസ്സുള്ള ഷിബു, കിഴപ്പാടത്തൊടി വീട്ടിൽ 32 വയസ്സുള്ള സന്ദീപ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ച വൈകിട്ട് ആറങ്ങോട്ടുകരയ്ക്ക് സമീപം റോഡരികിൽ കഞ്ചാവ് ബീഡി വലിക്കുന്ന സമയത്ത് സംശയം തോന്നിയ SI AR നിഖിൽ പോലീസ് വണ്ടി നിർത്തിയപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവരെ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് ബീഡിയും ലഭിച്ചിട്ടുണ്ട്. CPOമാരായ വിനീത് മോൻ, ഗിരീഷ്, ഡ്രൈവർ നിതീഷ്, ഹോംഗാർഡ് നാരായണൻകുട്ടി എന്നിവരടങ്ങിയ സംഘമാണ് യുവാക്കളെ പിടികൂടിയത്. ഒരാഴ്ച മുമ്പ് കഞ്ചാവ് വിൽക്കുന്ന ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഊർജ്ജ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചു. ശാസ്ത്ര പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഞാനടക്കമുള്ള ആളുകൾ പോലും സോളാറിന് കെട്ടിയിട്ടില്ല. എന്താണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലും ആലോചിക്കുന്നത്. അങ്ങനെ ഇടപെടുമ്പോഴാണ് നമ്മുടെ നാട് പണം കൊടുത്ത് കൂടുതൽ പൈസ കൊടുത്താണ് സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്നത്. അതിൽ നിന്ന് മാറാൻ വേണ്ടി ഇതേപോലുള്ള ഓരോ സംഘടനകളും ഇടപെടുമ്പോഴാണ് നമുക്ക് മെച്ചപ്പെട്ട ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. ആഗോളതാപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഹരിതകൃത വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിന് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ഊർജ്ജ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PA യൂസഫ് അധ്യക്ഷത വഹിച്ചു. KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C പ്രദീപൻ ഊർജ്ജ സംരക്ഷണ സന്ദേശം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി, KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS സുജിത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ TV ദേവദാസ് സ്വാഗതവും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി T നീലകണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രവർത്തിക്കാനാകാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ 24-ാം നമ്പർ അംഗൻവാടി. 2019-ൽ 12 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണി മൂലം അടഞ്ഞുകിടക്കുകയാണ്. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം കെട്ടിടം സുരക്ഷിതമല്ലാത്തതിനാൽ നിലവിൽ സമീപത്തെ വാടക കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. 17 കുട്ടികൾ ഇവിടെയുണ്ട്. വാടക കെട്ടിടത്തിൽ സ്ഥലസൗകര്യം കുറവാണെന്ന പരാതിയുമുണ്ട്. കെട്ടിടം താഴ്ചയിലായതിനാൽ കെട്ടിടത്തിന്റെ 3 ഭാഗവും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കെട്ടിടത്തിന്റെ കയ്യെത്തും ദൂരത്ത് ഒരു ഭാഗം മണ്ണ് വിണ്ടുകീറി വീഴാറായി നിൽക്കുന്നുണ്ട്. മഴക്കാലമായാൽ ഏറെ ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത്. സുരക്ഷിതമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ജൂണിലാണ് വാടക കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റിയത്. വാടക കെട്ടിടത്തിലേക്ക് മാറ്റി 10 മാസം കഴിഞ്ഞിട്ടും ഇനിയും പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടില്ല. വീഴാറായ മൺതിട്ടകൾ മാറ്റി സുരക്ഷയൊരുക്കിയാൽ അംഗനവാടി ഇവിടെ തന്നെ പ്രവർത്തിക്കാനാകും. കെട്ടിടത്തിന്റെ 3 ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമായതിനാൽ കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയതും തെറ്റാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇക്കാര്യം പലതവണ ലക്കിടി പേരൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉന്നയിച്ചതായും മണ്ണ് മാറ്റി സുരക്ഷയൊരുക്കാൻ വലിയൊരു തുക വേണ്ടിവരുമെന്നും അധികാരികൾ പറഞ്ഞെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മോനിഷ STVയോട് പറഞ്ഞു. 4-ാം നമ്പർ അംഗൻവാടി 2019-ലാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. 5 വർഷത്തോളം പ്രവർത്തിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ജൂണിലെ നല്ല കാറ്റിലും മഴയിലും മണ്ണിടിച്ചിലും മൂലം കുട്ടികളെ അവിടെ ഇരുത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് കുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്നത്. 10 മാസത്തോളമായി നമ്മുടെ കുട്ടികൾ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. പലതവണ ഭരണസമിതിയിൽ ഉന്നയിച്ചെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കെട്ടിടത്തിലേക്ക് തന്നെ മാറ്റിത്തരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കണമെന്നാണ് പറയുന്നത്. മഴക്കാലത്തിന് മുൻപ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച ഈ കെട്ടിടം മണ്ണിടിഞ്ഞ് പൂർണ്ണമായും നശിക്കാനാണ് സാധ്യത. അധികൃതർ അടിയന്തര നടപടിയെടുക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ചേലക്കര അന്തിമഹാകാളൻ വേലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി വേല കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 22-നാണ്
വെടിക്കെട്ടിനും കാളവേലയ്ക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ചേലക്കര അന്തിമഹാകാളൻ വേല. നമ്മൾ അന്തിവാളങ്കാവ് വേല ഈ വർഷത്തെ സാധാരണ എല്ലാവർക്കും ഈ വേല എന്ന് പറഞ്ഞാൽ ഒന്നും 22-23 മാത്രമാണ് എന്നുള്ളൊരു വിചാരമാണ് ജനങ്ങൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളൂ. പക്ഷെ വേല എന്ന് പറഞ്ഞാൽ ഒരു 1-1.5 മാസത്തെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളുടെ ഭാഗമായി അവസാനം വരുന്ന ഇതാണ് 22-23 വരുന്നത്. അപ്പോൾ ഈ വേലയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ കുംഭം 1 വെടിപൊട്ടുക എന്നുള്ള ചടങ്ങോട് കൂടിയിട്ടാണ്. അതായത് ഫെബ്രുവരി 13 ഈ വെടിപൊട്ടുക എന്ന് പറഞ്ഞാൽ അതോട് കൂടിയിട്ടാണ് വേലയുടെ ആഘോഷങ്ങൾ ചടങ്ങുകൾ തുടങ്ങുന്നത്. ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വെടിക്കെട്ട് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഭാരവാഹികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ വെടിക്കെട്ട് നടത്താത്തതിനെ തുടർന്ന് വെടിക്കെട്ട് പ്രേമികളായ ആളുകളെ നിരാശപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. ഇത്തവണ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല നിയമനം ലഭിക്കുമെന്നാണ് വേല കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ PK, ചേലക്കര ദേശം സെക്രട്ടറി TA കേശവൻകുട്ടി, കൺവീനർ ഹരിനാരായണൻ, കുറുമല ദേശം പ്രസിഡന്റ് ഗോപൻ നമ്പ്യാർ, വെങ്ങാനല്ലൂർ ദേശം പ്രസിഡന്റ് ജിതേഷ് കാളത്ത്, കുറുമല ദേശം സെക്രട്ടറി കൃഷ്ണൻകുട്ടി, പങ്കാരപ്പള്ളി ദേശം പ്രസിഡന്റ് PK സുനിൽ, തോന്നൂക്കര ദേശം പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരിസ്ഥിതി സൗഹൃദത്തിന്റെ പുത്തൻ മാതൃക സൃഷ്ടിച്ച് പറളി കിണാവല്ലൂർ രാജൻ ബാബു മെമ്മോറിയൽ ഗ്രന്ഥശാല സമ്പൂർണ്ണ ഹരിത വായനശാലയായി പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി നിർവഹിച്ചു. സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാലിന്യമുക്ത നവകേരളം എന്ന ജനകീയ ക്യാമ്പയിന്റെ ആത്മാസത്തെ ഉൾക്കൊണ്ട് പറളി ഗ്രാമപഞ്ചായത്തിൽ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കിണാവല്ലൂർ രാജൻ ബാബു മെമ്മോറിയൽ ലൈബ്രറി വായനശാല എക്സിക്യൂട്ടീവ് അംഗം വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം TK രമേശ് ഹരിത മിഷന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പറളി പഞ്ചായത്ത് VEO വിമൽ ലാൽ, ഹരിത മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ഹരിത പ്രോട്ടോകോളിന്റെ പകർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവിയിൽ നിന്ന് വായനശാല പ്രസിഡന്റ് PC ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി. വായനശാല ലൈബ്രറിയൻ വേണുഗോപാൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി T രവീന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സാഹോദര്യത്തിന്റെ സൗഹാർദ്ദ സന്ദേശമുയർത്തി പറളിയിൽ സൗഹൃദ ഇഫ്താർ സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു വിരുന്ന് ഒരുക്കിയത്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി ഇഫ്താർ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് സലീം മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹിയുദ്ദീൻ ഇഫ്താർ സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് G, പ്രീത ടീച്ചർ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PD ശശികുമാർ, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹൻദാസ് പറളി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ശശിജ, പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുപ്രിയ ഓടന്നൂർ, പുഷ്പലത ടീച്ചർ, ചിന്നൻ നായർ എടത്തറ, സുചിത്ര ടീച്ചർ, ഗോവിന്ദൻ നായർ, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ ഹസൻ നദ്വി സമാപന പ്രസംഗം നടത്തി. ഏരിയ വൈസ് പ്രസിഡന്റ് TA സിദ്ദീഖ് മാസ്റ്റർ സ്വാഗതവും മുഹമ്മദ് അലി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. AITUC കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് തല സമ്മേളനം കേരളശ്ശേരിയിൽ സംഘടിപ്പിച്ചു. തടുക്കശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംഘടനാ ജില്ലാ ട്രഷറർ M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ബിൽഡിംഗ് കെട്ടിയാൽ 10 ലക്ഷത്തിന്റെ ബിൽഡിംഗ് കെട്ടിയാൽ 1% സെസ് പഞ്ചായത്തിൽ അടക്കണം. 10,000 രൂപ 10 ലക്ഷത്തിന്റെ ഒരു ബിൽഡിംഗ് കെട്ടിയാൽ 10,000 രൂപ അതിന്റെ സെസ് പഞ്ചായത്തിൽ അടക്കണം. അങ്ങനെ ഈ ക്ഷേമനിധി ബോർഡിനെ ശക്തിപ്പെടുത്തണം, കാര്യക്ഷമമാക്കണം, ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകണം. അങ്ങനെ അതിനു വേണ്ടിയാണ് AITUC ആദ്യമായി ഈ മേഖലയിൽ സമരരംഗത്തേക്ക് വന്നത്. ചെറുകിട ക്വാറികളെ പ്രവർത്തിക്കാൻ അനുമതി നൽകി നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിലെ പുഴകളിൽ നിന്നും മണലെടുക്കുന്നതിനുള്ള അനുമതി നൽകുക, ഇഷ്ടിക കളങ്ങൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തനാനുമതി നൽകുക, വൻകിട ക്വാറി മുതലാളിമാരെ സംരക്ഷിക്കുന്ന നിലവിലെ നിയമങ്ങൾ മാറ്റുക, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക, സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക, പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. തടുക്കശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ C മണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം EP രാധാകൃഷ്ണൻ, KN ദേവദാസ്, സുനിത PC, ശ്യാമിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം K രാധാമോഹൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അംഗം V വിനിത, പഞ്ചായത്ത് അംഗങ്ങളായ MR രജിത, C അനിത, VEOമാരായ സതീഷ് കുമാർ, ജിമ്മി ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ഷൊർണൂർ പരുത്തിപ്ര TMSLP സ്കൂളിൽ പഠനോത്സവം നടന്നു. SSG പ്രതിനിധി അബൂബക്കർ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പരുത്തിപ്ര TMSLP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചത്. 2024-25 അക്കാദമിക വർഷത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. SSG പ്രതിനിധി അബൂബക്കർ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ പഠനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നിട്ടാണ്. നിങ്ങൾ പഠനോത്സവം നടന്നില്ലേ? പഠനം ഒരു ഉത്സവമായിട്ട് നിങ്ങൾ ഒരു കൊല്ലത്തെ പഠനത്തിന്റെ ഉത്സവമായിട്ട് നിങ്ങൾ ആഘോഷിക്കുകയാണ്. ആ ഉത്സവത്തിലെ അതിഥികളായിട്ട് വന്ന ആളുകളാണ് ഞങ്ങൾ. അവിടെ ഞങ്ങളെ ലാബിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ചെയ്ത് പ്രധാനാധ്യാപിക രാധാമണി സ്വാഗതം പറഞ്ഞു. ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ പരീക്ഷണങ്ങളും പ്രദർശനങ്ങളും വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കല്ലേക്കാട് VMUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ചാമക്കാട് മാതൃസദനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിഖ് ബാഷ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, BRC കോർഡിനേറ്റർ രുക്മിണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക നയന സ്വാഗതവും മുതിർന്ന അധ്യാപിക KC രൂപ നന്ദിയും പറഞ്ഞു. നിരവധി രക്ഷിതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ പഠന മികവുകൾ വേദിയിൽ അരങ്ങേറി. അറബി ഭാഷാ പ്രദർശന സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിവേട്ട ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. കഞ്ചാവ് ബീഡികളുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് ദേശമംഗലം കൊണ്ടയൂർ സ്വദേശികൾ. മണ്ണിടിച്ചിൽ ഭീഷണി. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നോക്കുകുത്തി. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം അംഗൻവാടി കെട്ടിടം അടഞ്ഞുകിടക്കുന്നത് ലക്കിടിയിൽ. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വെടിക്കെട്ടിന് പേരുകേട്ട വേല മാർച്ച് 22-ന്. വേല സുഗമമായി നടത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി കോർഡിനേഷൻ കമ്മിറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.